2025 HSC പരീക്ഷകൾക്ക് ശേഷം ഇനി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നത് HSST പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. 2026 മെയ് മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾക്ക് ഈ പറയുന്ന HSST പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടോസ് അക്കാഡമിയിൽ നിന്നും HSST പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചുകൾ നമ്മൾ ഡിഫറെന്റ് സബ്ജക്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് HSST പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ലാസ്റ്റ് HSST പരീക്ഷയുടെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ടീച്ചേഴ്സും അവരവരുടെ സബ്ജക്റ്റിലെ സാലറി സ്കെയില്, ലാസ്റ്റ് ടൈം എത്രയുണ്ടായിരുന്നു, വേക്കൻസികൾ ഏതൊക്കെയായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി ഈ ക്ലാസ്സസ് കണ്ട് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് കേട്ടിരിക്കും. അതിനുശേഷം നിങ്ങൾ നമ്മുടെ HSST ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ടീച്ചിങ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് HSST ഫിസിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് HSST ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഒത്തിരി സീരീസ് ഓഫ് വീഡിയോസ് HSST ഫിസിക്സിൽ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ PSC എക്സാം ഇതുവരെ എഴുതാത്ത കുട്ടികളുണ്ട് അല്ലെ, ജസ്റ്റ് BEd ഒക്കെ കഴിഞ്ഞ് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ഈ വരുന്ന HSST ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ കഴിഞ്ഞ തവണത്തെ HSST ഫിസിക്സിന് ട്രൈ ചെയ്തു എങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലാത്ത കുട്ടികളുണ്ട്. അതേപോലെ ഇതുവരെ PSC എക്സാം നമുക്ക് അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ PSC എക്സാം ഗൗരവമായി കണ്ടിരുന്നില്ല, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട് അല്ലെ, എല്ലാ ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉള്ള വിഭാഗക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ വരുന്ന HSST ഫിസിക്സ് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സീരീസ് ഓഫ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് അതിന്റെ എലിജിബിലിറ്റീസ്, എക്സാമിന്റെ എലിജിബിലിറ്റി, അതിന്റെ പ്രിപ്പയർ ചെയ്യേണ്ട റെഫറൻസ് ബുക്കുകൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്കറിയാം HSST ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അധ്യാപകരാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പാഷൻ ആണ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. അതിന് പുറമെ മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചർ ആണ് ഇവരുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. HSST തസ്തിക എന്ന് പറയുന്നത് ആ ഒരു ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഹൈലി പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. 45,600 ആണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും PG കഴിഞ്ഞ് സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന, BEd കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ഒരു ഡീസന്റ് സ്കെയിലാണിത് അല്ലെ. 45,600 ബേസിക് സാലറിയാണ്. അതിന് പുറമെ മറ്റ് അലവൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 50+ സാലറി നമ്മുടെ കയ്യിൽ തുടക്കം തൊട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയും, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും സാലറി സ്കെയിൽ ആണ് എന്ന് പറയരുത് എന്ന് പറയും അല്ലെ. എങ്കിൽ കൂടി എല്ലാവരുടെയും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ത് തന്നെയാണ്, ഇതിന്റെ സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. ഓക്കെ, അപ്പോ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 45,600 ആണ്. ഓക്കെ, ഇനി അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോയി നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്താണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരു ഡിഗ്രി വേണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നോട്ട് ലെസ് ദാൻ 50% ഓഫ് മാർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇക്വലൻസി ഉണ്ടായിരിക്കണം. അടുത്തത് BEd ഡിഗ്രി നമുക്ക് വേണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അതേപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി നമുക്ക് എക്സാമിൽ ഗ്രേസ് മാർക്ക് കിട്ടാൻ കുറച്ച് വകുപ്പുകളുണ്ട്. നോൺ ക്വാളിഫൈങ് MPhil ആണെങ്കിൽ MPhil ആണ് 2 മാർക്ക്, നോൺ ക്വാളിഫൈങ് PhD 4 മാർക്ക്, ബോത്ത് MPhil ആൻഡ് PhD ആണെങ്കിൽ 5 മാർക്ക്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ആണെങ്കിൽ 2 മാർക്ക്. ഇതെങ്ങനെയാണ്
നമ്മൾ എക്സാം എഴുതി കട്ട് ഓഫ് ക്ലിയർ ചെയ്തു റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് എഴുതി കുറച്ച് മാർക്ക് കുറവാണ്, പക്ഷെ നമ്മളെ മുന്നിലേക്ക് നയിക്കുന്ന നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന എംഫിലും PhDയും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഇല്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചു പേർക്ക് ഈ എംഫിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുമ്പിൽ കയറാം എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മറ്റ് ഓപ്ഷനോ ഗ്രേസ് മാർക്ക് ഒന്നും ഇല്ലാത്തവര് റിട്ടൺ ടെസ്റ്റിൽ തന്നെ മാക്സിമം മാർക്ക് മേടിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഇന്റർവ്യൂവും കൂടെ ഉണ്ട് ഈ എക്സാമിന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നിരുന്നത് അല്ലെ. 2021 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 2021 എന്ന് പറയുമ്പോൾ ഇപ്പൊ 2025 ആയി അല്ലെ, 2025 ആയി. അപ്പം ഈ ഒരു പറയുന്ന ലിസ്റ്റ് അല്ലെ, the rank list is brought into force with effect from 5/12/2023. 2023 ഈ ഒരു ലിസ്റ്റ് കയറി, അതായത് ആക്റ്റീവ് ആയത് 2023 5/12/2023 ഈ ഒരു ലിസ്റ്റ് ആക്റ്റീവ് ആയി. അപ്പൊ തീർച്ചയായിട്ടും 23, 24, 25, 26 ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ചെയ്യും അല്ലെ. അപ്പൊ 26 ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 21 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. 26 എക്സ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് അതിന്റെ ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴേക്കും കയറണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, തീർച്ചയായിട്ടും ഒരു എക്സാം വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ഏറ്റവും മിനിമം 6-7 മാസം നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം ശേഷമാണ് എക്സാം വരുന്നത്. ഓക്കെ, ഒരു മിനിമം 6 മാസം എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 2026 അവസാനത്തോടു കൂടി ഈ പറയുന്ന ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഏകദേശം ഈ ഒരു സമയത്ത് 2025 അവസാനം അല്ലെങ്കിൽ 2026 ആദ്യം ആകുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. മനസ്സിലായല്ലോ. അതേപോലെ ഇതിൽ നിന്ന് 21 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ജനറലില് OC ഓപ്പൺ കാറ്റഗറിന്ന് 8 പേർക്കാണ് പോയിട്ടുള്ളത്. മറ്റു ഡീറ്റെയിൽസുകൾ നിങ്ങൾ നോക്കുക, ഓരോ കാറ്റഗറിയിലും എത്ര നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 14/7/2025 ഓക്കെ, ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇത് പ്രസന്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതിനൊരു പ്രൂഫാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, SST എക്സാം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് എക്സാം പോലെ കണ്ട് ചെയ്യേണ്ട ഒരു എക്സാം അല്ല. അല്ലെങ്കിൽ സെറ്റ് എക്സാം നമുക്കറിയാം 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലുള്ളത്. നമ്മളൊരു മിനിമൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാസ് മാർക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതിന് നെഗറ്റീവ് ഇല്ലാത്ത എക്സാം ആണ്. അതുകൊണ്ട് നമ്മൾ കറക്കി കുത്തുമ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് അങ്ങനെയും കിട്ടും അല്ലെ. പക്ഷെ അവിടെ നെഗറ്റീവ് ഇല്ല എന്നുള്ള ഒരു ഫാക്ടർ നമുക്ക് സെറ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി സെറ്റ് എക്സാമിന്റെ ഏകദേശം അതേ സിമിലർ സിലബസും കാര്യങ്ങളും ഒക്കെയാണ് HSTക്ക് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് HST എക്സാം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു ടഫ്നെസ് സെറ്റിന് പ്രിപ്പയർ ചെയ്തവരെ സംബന്ധിച്ച് HSTക്ക് കുറയും, തീർച്ചയായിട്ടും കുറയും. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് സബ്ജക്ട് കണ്ടന്റ് വൈസ് അറിയുകയും കുറച്ച് എക്സ്ട്രാ റീഡിങ്ങും കാര്യങ്ങളും ഒക്കെ HST ഫിസിക്സിന് വേണം. അപ്പൊ നമുക്ക് ഈ ബുക്കുകളൊക്കെ നമുക്ക് ഓൺലൈൻ ഇതിന്റെ വേർഷൻസും കോപ്പീസും ഒക്കെ അവൈലബിൾ ആണ്. അത് മതി, വളരെ ഡീപ്പ് അല്ല. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഓരോന്നിനും മേടിച്ച് അങ്ങനെ നോക്കണമെന്നില്ല. നമ്മളിവിടെ ഓരോ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ നന്നായിട്ട് പഠിച്ചിട്ട് അതിന്റെ റെഫറൻസ് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒക്കെ നോക്കി നിങ്ങളതൊന്ന് ആ ഒരു ഏരിയാസ് അതിന്റെ കൺസെപ്ച്വൽ ആയിട്ടുള്ളതും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അപ്പം റെഫറൻസ് ബുക്കുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഗോൾഡ്സ്റ്റീന്റെ ബുക്സ് അവൈലബിൾ ആണ്. അതേപോലെ അരുൾദാസ് സാറിന്റെ പുസ്തകം, JC ഉപാധ്യായ, ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ബുക്കുകൾ ഉണ്ട്. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സിലെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും പുസ്തകങ്ങളാണ്. ഞാൻ ഓരോന്നും പറഞ്ഞ് ഒത്തിരി ടൈം എടുക്കും. നമുക്ക് 10 സബ്ജക്റ്റ് ആണുള്ളത് കേട്ടോ, അത് ആദ്യം പറയട്ടെ. ഫിസിക്സിൽ നമുക്ക് 10 ടോപ്പിക്കുകൾ, ക്ലാസിക്കല്, മാത്തമാറ്റിക്കല് പോലുള്ള 10 പേപ്പറുകളാണ് നമുക്ക് ഫിസിക്സിൽ വരുന്നത്. അപ്പൊ റെഫറൻസ് ബുക്കുകൾ ഇതാണ്, നിങ്ങൾ കറക്റ്റ് നോക്കി നോട്ട് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടുത്തത് ഇലക്ട്രോണിക്സിന്
ഒപ്പാം ആൻഡ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഗേറ്റ്വാർഡിന്റെ നല്ലൊരു റെഫറൻസ് ബുക്കാണ്. അതേപോലെ മാൽവിനോയുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ സിറ്റ്ലിയുടെ പുസ്തകം ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം മെക്കാനിക്സ് ബൈ ഗ്രിഫിത്ത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ അഡ്വാൻസ് ക്വാണ്ടം മെക്കാനിക്സ് ബൈ സത്യപ്രകാശ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സൽ മെക്കാനിക്സിന്റെ നമുക്ക് RK പാത്രിയുടെ ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ബുക്കാണ് അല്ലെ. അതേപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് മോഡേൺ ഫിസിക്സ് ബൈ ആർതർ ബേസർ. ഓക്കെ, ഇനി അതേപോലെ ന്യൂക്ലിയർ ഫിസിക്സ് കെന്നത്ത് ആൻഡ് ക്രെയിന്റെ ഇൻട്രൊഡക്ടറി ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ വലിയ കട്ടിയുള്ള പുസ്തകമാണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു വേണ്ട ഏരിയാസ് നമ്മൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിന്റെ കൺസേൺ പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് വഹാബിന്റെ പുസ്തകം വളരെ ഫേമസ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന് നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ കിറ്റിലിന്റെ ബുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിലും നമുക്ക് അരുൾദാസ് സാറിന്റെ ഒക്കെ ബുക്ക് ഇതിനകത്ത് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിക്ക് അവൈലബിൾ ആണ്. ഇനി മൈക്രോ പ്രോസസ്സർ പൊതുവെ സെറ്റ് എക്സാമിന് ഇല്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പൊ ഈ രണ്ട് പേപ്പർ മൈക്രോ പ്രോസസ്സറും ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് സെറ്റ് എക്സാമിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സിലബസിൽ വളരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിനിമൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പൊതുവെ കുട്ടികൾ മൈക്രോ പ്രോസസ്സറും ലേസറും ഒന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സെറ്റ് എക്സാമിന് പഠിച്ചു പോവാറില്ല. ചില എക്സാമുകൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ചിലതിന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ മറ്റുള്ള പേപ്പറാണ് ഇതിന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സെറ്റ് എക്സാം പഠിക്കാറ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മൈക്രോ പ്രോസസ്സറും ലേസറും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. EMT എന്ന് പറയുന്ന പേപ്പർ നമുക്ക് ഏതിലില്ല, ഈ പറയുന്ന HSST ഫിസിക്സിന് EMTയുടെ പേപ്പർ ഇല്ല. അങ്ങനെ അല്ലാതെ 10 പേപ്പറാണ് നിങ്ങൾക്ക് ഈ HSST ഫിസിക്സിന്റെ സിലബസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, റെഫറൻസുകളെ കുറിച്ച് ടെൻഷൻ ആവണ്ട. അതിന്റെ നീഡഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് എന്തൊക്കെ റെഫറൻസ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ല, നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം അല്ലെ. ഒരു SST പോലുള്ള എക്സാം പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും MCQ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. MCQ ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ പൂൾ ആയിട്ട് യൂസ് ചെയ്യാം അതാണ് നമ്മൾ പറയുന്നത്. PSCയുടെ പ്രീവിയസ് SST എക്സാംസിന്റെ PYQs നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സയന്റിഫിക് ഓഫീസർ എക്സാമിന്റെ PYQs യൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് നെറ്റ് സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PSCയിലുള്ള തന്നെ ഒരു എക്സാം ആണ്. അതിപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ VHSC എക്സാമുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സെറ്റിന്റെ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എടുക്കാം. അതേപോലെ നെറ്റും അങ്ങനെ തന്നെ. നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹയർ ലെവലിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പൊ എക്സാമിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നെറ്റ് പോലെ അത്ര ഹയർ ലെവൽ അല്ല, എങ്കിലും ഒരു നെറ്റ് എക്സാമിന്റെ ചുവട് പിടിച്ചു വരുന്ന അത്യാവശ്യം സോഴ്സ് കണ്ടന്റ് റിച്ച് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് HST ഫിസിക്സിനുണ്ടാവുക. ഇപ്പൊ സയന്റിഫിക് ഓഫീസർ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. അതായത് സയന്റിഫിക് ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവലിനേക്കാളും ഉയർന്നതാണ് HSST എക്സാം. അപ്പൊ സയന്റിഫിക് ഓഫീസറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അതിനകത്ത് ചോദിച്ചു പോകുന്നത്. പക്ഷെ HST ഫിസിക്സ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിരിക്കും, കുറച്ചുകൂടെ കൺസെപ്റ്റ് 2-3 കൺസെപ്റ്റ്സ് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ കുറച്ചൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കും. എങ്കിൽ കൂടി ലെവൽ ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്ന സെറ്റ് എക്സാമിന്റെ അത്രയും താഴ്ന്ന രീതിയിലേക്ക് അത്രയും ഒരു എളുപ്പമായിരിക്കില്ല സയന്റിഫിക് ഓഫീസർ എക്സാം എന്ന് പറയുന്ന എക്സാമിനേക്കാളും ഒരുപടി മുൻപിലും ആയിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും ഈ പറയുന്ന HSTയുടെ എക്സാം നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ 10 പേപ്പറാണ് നമുക്കുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 10 പേപ്പറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ ഒരു ഹയർ ലെവൽ അല്ലെങ്കിൽ മീഡിയം പ്ലസ് എന്ന് പറയും ആ ഒരു ലെവലിൽ തന്നെയാണ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് 70 മാർക്കാണ് നമുക്ക് സബ്ജക്റ്റ്, ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ പേപ്പറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, റിനേസൻസ് തുടങ്ങിയ കണ്ടന്റുകളും ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോസിൽ ഇതിന്റെ സിലബസും അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന് നിങ്ങൾക്ക് HST എക്സാമിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോസ് അക്കാഡമിയിലെ HST ഫിസിക്സിന്റെ കോച്ചിങ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെല്ലാവരും 7510155485 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ മതി, പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ പൊതുവേ ഒരു എക്സാം വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും അല്ലെ. അപ്പം LP-UP നമ്മുടെ മുമ്പിൽ വന്നു. അപ്പൊ LP വിളിക്കുന്നതിന് മുമ്പ് ഒത്തിരി മുമ്പേ വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ട്. അതേപോലെ ഇപ്പൊ HSC എക്സാം, HSC ഫിസിക്കൽ സയൻസിന്റെ എക്സാം കഴിഞ്ഞു അല്ലെ, അതും വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പൊ HST എക്സാം വരുമ്പോൾ ഇനി അതിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്തായാലും എക്സാം വിളിക്കും, കോൾ ഫോർ ചെയ്യുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുൻപേ ഒരുപടി മുമ്പേ ആൾക്കാർ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം HST എന്ന് പറയുമ്പോൾ എത്രത്തോളം പേരെ പ്ലേസ്ഡ് ആക്കും എന്നുള്ളത് നിങ്ങൾ അറിയണം അല്ലെ. ഒരു ഓൾ കേരള, ഇതൊരു ഓൾ കേരള എക്സാം ആണ് കേട്ടോ, ഓരോ ഡിസ്ട്രിക്ട് വൈസ് എക്സാം അല്ല. HSC എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഓൾ കേരള എക്സാം ആണ് എന്തെന്ന് പറയുന്നത് HSST എക്സാം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആദ്യ റാങ്കുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം നമ്മൾ പഠിച്ച് അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്ന ജോലിയാണ് ഇത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജിയും കാര്യങ്ങളൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് കുറച്ചു കാലം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്താലും വൺസ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് പോകും. ഓക്കെ, അപ്പൊ HST ഫിസിക്സ് മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും ആയിട്ട് ഒട്ടനേകം വീഡിയോസിലൂടെ നമ്മൾ ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം മിനിമൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.